അങ്ങനെ വൈറ്റ് ഹൗസിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു, നാസ്തൊക്കെ കഴിച്ചു കണ്ട് ഇവിടുന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ. നേരെ വയനാട്. തിരക്ക് കുറവാണ്, 11:30 മണിയായിട്ടുള്ളൂ, അതുകൊണ്ട് തിരക്ക് കുറവ്. പോലീസുകാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നാണ്. അപ്പം ഞങ്ങള് നേരെ വയനാട്ടിൽ മടങ്ങാണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് എങ്ങനെയുണ്ട് നമ്മളെ നേരെ ഈ വയനാടാട്ടോ. ഇവിടെ തിരിനോട് തന്നെ നല്ലൊരു പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഇവിടെ ഒരു പള്ളി ഉണ്ടാവും, സുന്ദരി, അടിപൊളി പള്ളി, വലിയൊരു പള്ളിയാണ്. വലിയ പള്ളിയാണ്. ആ വീട്ടിലും പള്ളിയാണ്. ആ പറ്റും, അതിനൊക്കെ പറ്റും. ഇതിവിടെ ഇങ്ങോട്ട് എന്താ സ്ഥലത്തിന് പേര് അറിയാം? ഈ സ്ഥലത്തേക്ക് പേരാ പറയാ? ഓ നമ്മളെ കേരള സിറ്റിയൊക്കെ ബസ് പോകുന്നുണ്ട്. നല്ല സൂപ്പർ ബമ്പൻ ബസ്സാട്ടോ. നല്ല തിരക്കാട്ടോ റോഡും സുന്ദരിയ. നല്ല തിരക്കായിട്ടോ. തിരക്കില്ലേ, തിരക്ക് കൂടി, ഭയങ്കര തിരക്കായി. കൽപ്പറ്റക്ക് ഇവിടുന്ന് 33 കിലോമീറ്റർ ആട്ടുള്ളത്. ഇവിടക്ക് എന്താ സ്ഥലത്തിന്റെ പേര് പറയാപ്പോ? വെസ്റ്റ് പുതുപ്പാടി അല്ലേ? അല്ലേ പുതുപ്പാടി അല്ലേ ഇത്? കാറൊക്കെ റോങ് സൈഡിലാ വരുന്നത്. നല്ല രസമുള്ള സ്ഥലട്ടോ. ഇവിടെ ആ മലയൊക്കെ കാണുന്നുണ്ട്. വയനാട് മലയിട്ടത്, വയനാട്ടിലുള്ള മലയാണ് കാണുന്നത്. നല്ല മഴ ഉണ്ട്, കോടയൊക്കെ ഉണ്ട്. നല്ല കോടുണ്ട്, നീലമഞ്ഞ കോടൊക്കെ പോകും. കോട അവിടെ എത്തുമ്പോഴത്തേനും പോകും. കാറി പറന്ന് പോകാൻ KSRTC ഒക്കെ കയറി വരുന്ന കേട്ടോ. മഴ കയറി ഇറങ്ങണം. അതിനൊക്കെ കുറച്ച് പണിയൊക്കെ ഉള്ളൂ. ഹെൽമെറ്റ് ഇല്ല, ഹെൽമെറ്റ് ഇല്ലാതെ ഇവിടെയൊക്കെ വണ്ടി ഓടുന്ന എല്ലാവരും. എല്ലാ ആൾക്കാരും ഹെൽമെറ്റ് ഉപയോഗിക്കണില്ല. അപ്പൊ പോലീസ് ഞങ്ങള് ഫുഡ് തിന്നാൻ ഇറങ്ങിയപ്പോ അവിടെ കണ്ടിരുന്നു പോലീസ് ജീപ്പും പോലീസുകാരനൊക്കെ. ഇവിടെ എന്താ ചർച്ചാണല്ലേ? ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, പള്ളി. ആ പള്ളി ക്രിസ്ത്യൻ പള്ളിയാണ്, വലിയ പള്ളിയാട്ടെ. നമുക്ക് വലിയ പള്ളി കണ്ട മതിയാണ് ക്രിസ്ത്യാനി പള്ളി. അത് കുറച്ചൊക്കെ വലുപ്പുള്ളൂ, അതിന്റെ അത്ര വലുപ്പല്ല. ശരിക്ക് പറയാ ട്രാവലർ നിക്കണുണ്ടാവും. നീ സുന്ദരിയെ ഇതുണ്ടോ? ഒരു പച്ച ട്രാവലർ. ഇവലൊക്കെ വയനാട്ടിലേക്ക് ടൂർ പോകണല്ലോ കേട്ടോ. വയനാട്ടിലേക്ക് ഇഷ്ടമാതിരി വണ്ടി പോകുന്നുണ്ട് ടൂറ്. അവിടെ ചേർത്തമലൊക്കെ നമ്മള് കുടുംബമെന്നുള്ളത് അറിയില്ല. അതറിയില്ല. അന്ന് ശനിയാഴ്ചയാണ്. ശനി ഞായറും ഭയങ്കര തിരക്കായിരിക്കും. ഇഷ്ടമാതിരി വണ്ടി പോകുന്നുണ്ട്. ബാക്കില് ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട്. ഈ അങ്ങാടി കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ വലിയൊരു ചീനിയുണ്ട്, അതിന്റെ ചോട്ടിലാണ് വണ്ടിയൊക്കെ നിർത്തിയിരിക്കണത്. അല്ലേ? ഇനി ഇവിടുന്ന് അങ്ങനെ നല്ല രസമുള്ള ഒരു അങ്ങാടിയാണ്, ചെറിയ അങ്ങാടിയാണ്. കൈതപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൈതപ്പോയിലാട്ടത് സുന്ദരിയാ. ഇതാണ് കൈതപ്പോയിൽ എന്ന സ്ഥലം. കൈതപ്പോയിൽ അങ്ങാടിയിലെത്തിട്ടോ. കൈതപ്പോയി അങ്ങാടി, ഇതാണ് കൈതപ്പോയിൽ അങ്ങാടി കേട്ടോ. സുന്ദരി ശരിക്ക് കണ്ടോളിട്ടോ. ഓരോരോ സ്ഥലം മനസ്സിലാക്കിട്ടോളിട്ടോ. ഇവിടുന്ന് 30 കിലോമീറ്റർ ഉള്ളൂ കൽപ്പറ്റക്ക്. അപ്പൊ കൈതപ്പോയിൽ അങ്ങാടി കഴിഞ്ഞു. അടുത്ത അങ്ങാടി കേട്ടോ. താമരശ്ശേരി അടിവാരത്തെത്തി. അടിവാരം അടിവാരത്തെത്താനായിട്ടോ. ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്, പോലീസ് ക്യാമറ ഒക്കെ ഉണ്ടോ. ബെൽറ്റ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ കുടുങ്ങൂട്ടോ. നല്ല ഫൈൻ കുടുങ്ങും. അപ്പൊ
അപ്പൊ നല്ല ഫൈൻ ഉണ്ടാവും. ഫൈന് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇഷ്ടം പോലെ അല്ല, വെറ്റിടാൻ ഒരു ഫൈന് പോലെ വെക്കും. കൊറേ ആൾക്കാര് രണ്ടാൾക്കാർ എത്തിയില്ലെങ്കിലേ ഫൈന് കൊടുക്കും. അപ്പൊ നമ്മള് അടിവാരത്ത് എത്തിച്ചോ. അപ്പൊ നമ്മള് അടിവാരത്തുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചുരം തുടങ്ങാനുണ്ട് നമ്മള്. ഇന്നും ചുരം തുടങ്ങി. ആ ഇവിടെ ഹോട്ടൽ ഉണ്ട് തൊട്ട്. ഇവിടുന്ന് എവിടുന്ന് ഒരു ഭക്ഷണം ചെറുതായിട്ട് കഴിക്കാം. എന്നിട്ട് നമ്മൾ അങ്ങനെ പോവും. വയനാട് എത്തിയിട്ട് പിന്നെ ബാക്കി വിശ്രമം ഉള്ളു കേട്ടോ. നമ്മളിവിടെ എവിടെയും വണ്ടി നിർത്തല്ലേ? അത് പറ്റൂലേ? നല്ല കാഴ്ച.